തിരച്ചിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് അഭിജിത്ത് മുഴക്കുന്ന് നൽകും. അഭിജിത്തിലേക്ക് പോകാം. അഭിജിത്ത്, എത്ര മണിക്കൂറായ തിരച്ചിൽ അവിടെ തുടരുകയാണ് എന്നുള്ളതാണ്. ഇന്ന് പക്ഷേ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലേ? അതേ മധു, ഇന്ന് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ 3 മരണമാണ് സ്ഥിരീകരിച്ചിരുന്നത്. ഇന്ന് രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിച്ചതാണ്. പക്ഷേ ഈ സമയമാകുമ്പോൾ പോലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം മധു നമ്മൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചതാണ്. വലിയ കനത്തിൽ വലിയ കട്ടിയിൽ ഈ മണ്ണിങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ട് എങ്കിൽ അവരെ കണ്ടെത്തുക എന്നുള്ളത് ഏറെ ദുഷ്കരമാണ്. ഇന്നലെ തന്നെ ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ JCBകൾ എത്തി, ഹിറ്റാച്ചികൾ എത്തി, മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചതാണ്. ഇന്ന് പുലർച്ചെ വരെ ഈ രക്ഷാപ്രവർത്തനം നീളുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ പ്രധാനപ്പെട്ട വെല്ലുവിളി ഇടയ്ക്കിടെ പെയ്യുന്ന ഈ മഴയാണ്. നേരത്തെ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. NDRFും പോലീസും ഫയർഫോഴ്സും മറ്റ് നാട്ടുകാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഇവിടെയുണ്ട്. നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 4 മേഖലകളായി തിരിച്ച് ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തെരച്ചിലിനാണിപ്പോൾ പരിഗണന നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ് ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അല്പം ദുഷ്കരമാണ് ഈ രക്ഷാപ്രവർത്തനം എന്നത് പറയാതെ വയ്യ. ഇന്നലെ തന്നെ മന്ത്രിമാർ ഈ അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞത് ഇന്ന് വൈകിട്ടോടുകൂടി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഏതായാലും ഈ കാണാതായ 5 പേരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അപ്പോൾ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായുള്ള ദൃശ്യങ്ങളിൽ കാണാം ആ വീട്, കേടുപാടുകൾ പറ്റിയ വീടിന് പിറകിൽ ഇപ്പോഴും JCB തിരച്ചിൽ തുടരുകയാണ്. JCB ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുകയാണ്. അതിന് പിന്നിൽ ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള വാഹനങ്ങൾ നമുക്ക് കാണാം, രക്ഷാപ്രവർത്തകരെ നമുക്ക് കാണാം, JCBയും ഹിറ്റാച്ചിയും ഒക്കെ അവിടെ ജോലി തുടരുന്നതൊക്കെ കാണാം. എത്രയോ മണിക്കൂറുകളായുള്ള അക്ഷീണമായ പ്രവർത്തനമാണ്. ഒരാളെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും അവിടെ തുടരുകയുമാണ്. അർജുൻ കല്യാടും ഒപ്പം അഭിജിത്ത് മുഴക്കുന്നുമാണ് വിവരങ്ങൾ നൽകിയത്.